ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? പിന്നെ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ബൂണ മസാല ആണ് കേട്ടോ. ബീഫ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. സാധാരണ ഇത് മട്ടൻ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാനിവിടെ ബീഫ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. അടിപൊളിയാണ് പൊറോട്ടക്കും ചപ്പാത്തിക്കൊക്കെ കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ ആദ്യം തന്നെ ഒരു കുക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതൊരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ വേണം. സാധാ സൺഫ്ലവർ ഓയിലാണ് വെച്ചത്. അതിലേക്ക് ഇതാ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസുള്ള ഉള്ളി എടുത്താൽ മതി കേട്ടോ. 1 കിലോ ബീഫിലേക്കുള്ള അളവാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. എന്നിട്ട് നല്ല ബ്രൗൺ കളർ ആകണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ ആവണ്ട, എന്നാൽ ലൈറ്റ് ഗോൾഡൻ കളർ. അപ്പോൾ ഈ ഒരു പാകം കേട്ടോ. ഇത് കണ്ടിട്ട് ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനിതും അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഒന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് മാത്രമേ ഇതിൽ പൊടികളായിട്ടുള്ളൂ, മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആ ഒരു മഞ്ഞളുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി ഊറ്റിയെടുത്തിട്ടുള്ള ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് നെയ്യോട് കൂടിയുള്ള ബീഫാണ് ഇതിന് വേണ്ടി കേട്ടോ. കുറച്ച് മേലെ അങ്ങനെ നെയ്യ് ഊറി നിൽക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യും പാടയൊക്കെ ഉള്ള എല്ലൊക്കെ ഉള്ള ആ ഒരു ബീഫാണ് ഇതിന് വേണ്ടിയത്. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ അങ്ങനത്തെ ബീഫാണ് എടുത്തത്. ഇനി ഇത് നന്നായിട്ട് ഈ ബീഫ് ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതിനൊരു 10-12 മിനിറ്റോളം നമ്മളിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു ബീഫൊക്കെ നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ ഒരു ടേസ്റ്റ് വരിക. ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ബീഫൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരും, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു പാകം വരും. അതുവരെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചത്. അലുമിനിയം കുക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. ഒരു 1/2 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് മൂടിയിട്ട് ഒരു 4-5 വിസിൽ വരുന്ന വരെ. ഓരോരുത്തർക്കും കിട്ടുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് ഇരിക്കും കേട്ടോ. ഇളയ ബീഫൊക്കെ ആണെങ്കിൽ ഒരു 4 വിസിൽ മതിയാവും. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. ഇനിയിപ്പോൾ ഈ ഒരു ബൂണ മസാല ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യൽ മസാലപ്പൊടി ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് പച്ചമല്ലിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഈ ഒരു 1 കിലോ ബീഫിലേക്കുള്ള അളവാണ് പറയുന്നത്. 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി എടുത്തത്, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം എന്ന് പറയുന്നതല്ലേ, അതൊരു 1/2 ടേബിൾ സ്പൂണാണ് എടുത്തത്. പിന്നെ വേണ്ടത് കുരുമുളകാണ്. അത് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 2-3 ടീസ്പൂണൊക്കെ എടുക്കട്ടെ. ഞാനിവിടെ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് കുറച്ച് എല്ലാ മസാലയും വേണം. പട്ട, ഗ്രാമ്പൂ, ഏലക്കായി, കറുത്ത ഏലക്കായും, ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. അതിപ്പോൾ അതാ എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അളവൊക്കെ അതാ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ അതാ ഒരു ബേ ലീഫ് ഞാൻ 2ആയിട്ട് മുറിച്ചതാണ്, അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് എരിവിന് നമ്മൾ സാധാ മുളകാണ്, വറ്റൽ മുളക് ഇടണം. നമ്മളെ ഉണക്കമുളക്, അത് കുറച്ച് എരിവുള്ള സാധാ മുളക് തന്നെയാണ്. ഇത് ഒരു 10 ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം കേട്ടോ. ഒരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു ടേസ്റ്റാണ്, പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒരു മീഡിയം തീയിൽ നന്നായിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ആ ഒരു മല്ലിയും ജീരകവും ഒക്കെ ഒന്ന് പൊട്ടി വരും. അതുപോലെ തന്നെ കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി നല്ല ഡ്രൈ ആയിട്ട് വരും. അതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ കറിവേപ്പില നമ്മൾ കഴുകിയിട്ടിട്ടതല്ല, അതൊക്കെ ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നന്നായിട്ട് ഇത് വറന്ന് വന്നതെന്നുള്ളത്. അതുപോലെ ആ ഒരു ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടി വരും. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അതാണ് നമ്മളെ സ്പെഷ്യൽ ബൂണ മസാല പൗഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ അതാ ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബൂണ മസാല പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇവിടെ മാറ്റി വെക്കണം കേട്ടോ. ഇതിങ്ങനെ ഒരുപാട് ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ മണവും ഇതൊക്കെ പോയി പോകും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇനിയിപ്പോൾ ആ കുക്കർ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. നമ്മളെ ബീഫൊക്കെ നല്ല കറക്റ്റ് പാകത്തിൽ വെന്ത് കിടക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, നല്ല പാകത്തിലാണുള്ളത്. കുറച്ച് വെള്ളമുണ്ട്, അത് പ്രശ്നമില്ല, അത് നമ്മൾ വറ്റിച്ചെടുക്കും. ഇനിയിപ്പോൾ വേറെ വലിയൊരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ. ആ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. എന്നിട്ട് ആ തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു വലിയ സൈസുള്ള തക്കാളിയാണ് ഞാൻ എടുത്തത്. ചെറുതാണെങ്കിൽ 2 എടുക്കുക. എന്നിട്ട് അതിലത്തെ വെള്ളം ഒന്ന് വറ്റി വാടി വരണം കേട്ടോ. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഇടുന്ന സമയത്ത് വല്ലാണ്ട് അങ്ങ് തെറിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തക്കാളി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റി കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ, 1-2 ടേബിൾ സ്പൂൺ മതി കേട്ടോ. കാരണം ആ ഒരു ബീഫിൽ നിന്നുള്ള നെയ്യ് നല്ലോണം വരും. എന്നിട്ട് ആ ഒരു എണ്ണയും കൂടെ കൂട്ടിയിട്ട് ഈ ഒരു തക്കാളി കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മസാലപ്പൊടി ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
നല്ല കറുത്ത കളറിലുള്ള ഒരു മസാലപ്പൊടിയാണത്. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റോളം നമുക്ക് ഇതിൽ കിടന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള ഒരു എരിവേ ഉള്ളൂ കേട്ടോ. അധികം എരിവില്ല, തീരെ ഇല്ല എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവും അതുപോലെ തന്നെ ഉണക്കമുളകിൻ്റെ അളവും ഒക്കെ കൂട്ടി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. അത് തൈര് എന്ന് പറഞ്ഞാൽ പുളി ഇല്ലാത്ത തൈരായിരിക്കണം. യോഗട്ടാണ് വേണ്ടത്, 1/2 കപ്പ് കേട്ടോ. കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഞാനത് മിക്സിയിൽ അരച്ചെടുത്തതാണ്. കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ 1/2 കപ്പാണ് 1 കിലോ ഇറച്ചിയിലേക്ക് വേണ്ടത് കേട്ടോ. അതും പുളി ഇല്ലാത്തതായിരിക്കണം, പുളിയുള്ളത് ചേർക്കരുത്, പിരിഞ്ഞു പോകും. അപ്പോൾ മിക്സിയിൽ അടിച്ചിട്ട് ഇങ്ങനെ വെള്ളം കൂട്ടി അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞൊന്നും പോകില്ല, നല്ല കറക്റ്റ് പാകത്തിലാണ് വരിക. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അരക്കുന്നത് കേട്ടോ. അപ്പോൾ തൈരിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല, കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മളത് അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് ആ ഒരു തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എണ്ണ ഇങ്ങനെ മേലോട്ട് പൊന്തി വരും, അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കാണിച്ചാൽ നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ അത് ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ പൊന്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാകത്തിലായിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫും അതിൻ്റെ ചാറോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം ഈ ഒരു ബീഫിലും ഉണ്ട് കേട്ടോ. പക്ഷേ പ്രശ്നമില്ല, നമ്മളിത് വറ്റിച്ചിട്ടാണ് എടുക്കുക, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു കറീനെ വറ്റിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം, എന്നാലാണ് ഈ കറീൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് വരിക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ കടായി ഗോശൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത്. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ നന്നായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതിയിട്ട് ഒരുപാട് അങ്ങ് ഡ്രൈ ആവണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും കൂടെ കുറുകി വരും. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമ്മൾ ഇത്രയും കുറുക്കിയെടുത്താൽ മതി. ഇത് കറക്റ്റ് പാകത്തിലാണുള്ളത് കേട്ടോ. ചൂടോടുകൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് അടിപൊളി ടേസ്റ്റാണ്. ബീഫിനും പൊറോട്ടക്കും എന്ന് പറയുന്നത്, പൊറോട്ടക്കും ചപ്പാത്തിക്കും പൂരിക്കൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ അത് കണ്ട നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നല്ലൊരു ബീഫ് റോസ്റ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്. അതുപോലെ സാധാരണ നമ്മൾ കഴിക്കുന്ന ടേസ്റ്റേ അല്ല, വേറൊരു ടേസ്റ്റാണിത് കേട്ടോ. ആ ഒരു സ്പെഷ്യൽ മസാല അതുപോലെ തന്നെ തൈരും ഒക്കെ ആയതുകൊണ്ട് വേറൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മല്ലിച്ചപ്പും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചൂടുകൊണ്ട് ഇങ്ങനെ തിളക്കുന്നതാണ്, അല്ലാണ്ട് തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബീഫ് ബൂണ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മൾ നോർത്ത് ഇന്ത്യ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഐറ്റമാണ്. അടിപൊളി ടേസ്റ്റിയാണ്. ചൂടോടുകൂടി നമുക്ക് ടേബിളിൽ കൊണ്ടുപോയി വെച്ച് തരുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തിന്നാൻ പറ്റുന്നതാണ്. തന്തൂരി റൊട്ടിൻ്റെ കൂടെയൊക്കെ അപാര ടേസ്റ്റാണ് കേട്ടോ. നാനിൻ്റെ കൂടെ ബട്ടൂരിൻ്റെ കൂടെയൊക്കെ അപാര ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയത് ചപ്പാത്തിയാണ് കേട്ടോ. സ്ക്വയർ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഒരുപാട് വീഡിയോ ഞാനിത് ചപ്പാത്തിൻ്റെ കാണിച്ചതാണ്. ഇത് ഓൾറെഡി എൻ്റെ അടുത്ത് ഇവിടെ പരത്തി മടക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് ഓൾറെഡി സ്റ്റോക്ക് ഉള്ളതാണ്. അപ്പോൾ ഇത് ലാസ്റ്റാണ് കേട്ടോ. ഞാൻ ചപ്പാത്തി മൊത്തം ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ചപ്പാത്തിയാണ്. അതൊന്ന് ഇതിൽ കാണിച്ചു തന്നേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്ക്വയർ ചപ്പാത്തിയാണിത്. ഞാനിപ്പോഴും പറയുന്നതാണ്. പിന്നെ ഒരുപാട് വീഡിയോ ഇതിനായിട്ട് ചെയ്തതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ഉൾപ്പെടുത്തിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇനിയിപ്പോൾ ചപ്പാത്തി തന്നെ ഉണ്ടാക്കണം എന്നില്ല, പൂരി ആയാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ റൗണ്ട് ചപ്പാത്തി ആണെങ്കിലും ടേസ്റ്റാണ്. പൊറോട്ടക്ക് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ പൊറോട്ടൻ്റെ കൂടെ. ഇപ്പോൾ നമ്മളെ ചപ്പാത്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് ലാസ്റ്റ് ചപ്പാത്തിയാണ്. അപ്പോൾ എല്ലാം നന്നായിട്ട് വേവിച്ച് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കല്ലിന്ന് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ സ്പെഷ്യൽ ബൂണ ബീഫ് നമുക്കിന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഇനി ബീഫ് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മട്ടനിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. മട്ടനിലാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇന്ന് ബീഫാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്, അത് വെച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ചിക്കനിലും ചെയ്യാം കേട്ടോ. ബീഫും മട്ടനൊക്കെ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ചിക്കനിലും ട്രൈ ചെയ്തോ, അടിപൊളിയാണ്. ബീഫും മട്ടനും ആകുമ്പോൾ മാത്രം നമ്മളത് കുക്കറിൽ വേവിച്ച് എടുക്കുന്നേ ഉള്ളൂ. ചിക്കൻ ആകുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ നേരത്തെ വേവിച്ചെടുക്കേണ്ടിയില്ല. ഇപ്പോൾ കണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള ബീഫ് ബൂണ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ വെറുതെ പറയുന്നതല്ല, എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. നമ്മളൊരു ബീഫ് വരളയൊക്കെ പറയില്ല, അതുപോലെയാണ് കാണാൻ, പക്ഷേ ടേസ്റ്റ് വേറെയാണ് കേട്ടോ. ആ ഒരു മസാലയും തൈരും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. എനിക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ടൊന്ന് ശബ്ദം മാറിയതാണ് കേട്ടോ. ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.